ഹലോ മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും എഡ്യൂപോർട്ടിന്റെ ICT പ്രാക്ടിക്കൽ വീഡിയോ സെഷനിലേക്ക് എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഇങ്ക്സ്കേപ്പിലെ എല്ലാ പ്രാക്ടിക്കൽ ചോദ്യങ്ങളും നമ്മൾ ചെയ്തു പഠിച്ചു അല്ലേ. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ലിബർ ഓഫീസ് റൈറ്റർ, അതായത് ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ഓഫീസ്, ലിബർ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്ന തോതിൽ നമ്മൾ തുറക്കുന്ന നമ്മുടെ ലിബർ ഓഫീസ് റൈറ്റർ സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന പ്രാക്ടിക്കൽസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. എടാ, ഞാൻ ഇവിടെ പറഞ്ഞു തരുന്ന പ്രാക്ടിക്കലിന്റെ മോഡൽ മാത്രം പഠിച്ചു പോയാൽ മതി. നിങ്ങൾക്ക് 100% അത് അല്ലേ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിബർ ഓഫീസ് റൈറ്ററിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. തീർച്ചയായിട്ടും ആ ഉറപ്പ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? യെസ്, നോക്കാം. യെസ്, റെഡി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ചോദ്യം ഒന്ന് കാണാം. ഫസ്റ്റ് ചോദ്യം നോക്ക്. എന്താ ചോദ്യം? ISROയുടെ നാഴികക്കല്ലുകളെ കുറിച്ച് ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ mission_ISRO.OTT എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട് അല്ലെ. ഫയൽ അപ്പം നമുക്ക് എടുക്കേണ്ട ഫയൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഏതാ? mission_ISRO.OTT എന്ന് പറയുന്ന ഫയലാണ് ഇത്. അല്ലെങ്കിൽ ഈ ഫയല് ലിബർ ഓഫീസ് റൈറ്ററിൽ തുറന്ന് ഉപശീർഷകങ്ങൾക്കായി ചുവടെ നൽകിയ പ്രത്യേകതകൾ ഉൾപ്പെടുത്തി ISRO എന്ന പേരിൽ ഒരു ഹെഡിങ് തയ്യാറാക്കുക. ബ്രാക്കറ്റിൽ എന്തോ കൊടുത്തിട്ടുണ്ട്. എന്താ? ഹെഡിങ് വിഭാഗത്തിലെ ഹെഡിങ് 1ലാണ് പുതിയ സ്റ്റൈൽ തയ്യാറാക്കേണ്ടത്. റെഡി അല്ലേ? അപ്പൊ നമ്മളോട് പറഞ്ഞത് ആദ്യം തന്നെ mission_ISRO എന്ന് പറയുന്ന .OTT എന്ന് പറയുന്ന ഫയൽ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മൾ എടുത്തു കൊണ്ടുവന്നതിന് ശേഷമാണ് അവിടെ പിന്നെ ബാക്കിയുള്ള കലാപരിപാടിയൊക്കെ നമുക്ക് നടത്താണ്ടാകുക. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ഹോം പോകും. ഇവിടെ ഹോം കൊടുത്തിട്ടുണ്ട്. ഹോമിൽ എഡ്യൂപോർട്ടാണ് ഇവിടുത്തെ ഹോം കൊടുത്തു കഴിഞ്ഞാൽ എക്സാം ഡോക്യുമെന്റ്സിൽ പോയിട്ടില്ലേ. എക്സാം ഡോക്യുമെന്റ്സിൽ എന്തുണ്ട്? യെസ്, നമ്മുടെ എക്സാം ഡോക്യുമെന്റ്സിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഏത് ഫയലാണ്? mission_ISRO.OTT എന്ന് പറയുന്ന ഫയൽ എടുത്തുകൊണ്ടിരുന്നത്. മിഷൻ ഫയൽ എടുത്തുകൊണ്ട് വന്നേ. യെസ്, ഫയൽ കണ്ടു. ഞാൻ ഒന്ന് സൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്ര സൂം ചെയ്തു. ഇനി ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഒന്നുകൂടി തിരിച്ചു വരാം. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് എന്താ പറഞ്ഞത് അറിയോ? ഈ ഫയലിൽ ലിബർ ഓഫീസ് റൈറ്ററിൽ തുറന്നു. ഓക്കെ, ഉപശീർഷകങ്ങൾക്കായി, ഉപശീർഷകം എന്ന് പറഞ്ഞാൽ സബ് ഹെഡിങ്സ്, ചുവടെ നൽകിയ പ്രത്യേകതകൾ ഉൾപ്പെടുത്തി ISRO എന്ന പേരിൽ ഒരു ഹെഡിങ് സ്റ്റൈൽ തയ്യാറാക്കുക. അതായത് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ISRO എന്ന് പറയുന്ന ഒരു ഹെഡിങ് സ്റ്റൈൽ തയ്യാറാക്കണം. ആ സ്റ്റൈലിന് ഈ കാണുന്ന പ്രത്യേകതകൾ മൊത്തം കൊടുക്കണം. ഏത്? ഫോണ്ട് ഫാമിലി ബാബൽ യൂണിക്കോഡ് കൊടുക്കണം, സ്റ്റൈല് ബോൾഡ് കൊടുക്കണം, സൈസ് 130% കൊടുക്കണം, ഫോണ്ട് കളർ ഗോൾഡ് കൊടുക്കണം, അണ്ടർലൈനിങ് സിംഗിൾ ആക്കണം. ഇതൊക്കെയാണ് നമുക്ക് ആ സ്റ്റൈലിന്റെ പെക്യുലാരിറ്റീസ് നമുക്ക് കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? യെസ്, റെഡി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യത്തിലേക്ക് കടന്നാലോ? നമ്മൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാലോ? യെസ്. അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞത്? ഈ ഫയൽ ലിബർ ഓഫീസിൽ തുറന്ന് ഉപശീർഷകമായി സബ് ഹെഡിങ് ഐസിന് ചുവടെ കൊടുത്ത് ISRO എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കണം എന്നാ പറഞ്ഞത്. ഓക്കെ, ഇതിൽ ആദ്യം പറഞ്ഞ ബ്രാക്കറ്റിൽ ഹെഡിങ് വിഭാഗത്തിലെ ഹെഡിങ് 1 ഫയലിൽ ആണ് പുതിയ സ്റ്റൈൽ തയ്യാറാക്കേണ്ടത് അല്ലേ. അതായത് ഹെഡിങ് വിഭാഗത്തിലെ ഹെഡിങ് 1ലാണ് പുതിയ സ്റ്റൈൽ തയ്യാറാക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം തന്നെ സ്റ്റൈൽ വിഭാഗം എടുക്കണമെങ്കിൽ ആദ്യം ഇവിടെ ടൈറ്റിൽ നിന്ന് കണ്ടോ, അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ മോർ സ്റ്റൈൽ എന്ന് കണ്ടോ, മോർ സ്റ്റൈൽ അടിയിൽ താഴ്ഭാഗത്തായിട്ട് മോർ സ്റ്റൈൽ കണ്ടോ, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഈ സൈഡിലാണ് വിൻഡോ വരിക. പക്ഷെ ഞാൻ എന്ത് ചെയ്യാം? ഞാൻ നിൽക്കുന്ന സൈഡായതുകൊണ്ട് ഞാൻ ഈ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങളോട് പറഞ്ഞ എന്താ? ഹെഡിങ് വിഭാഗത്തിലെ ഹെഡിങ് 1ലാണ് പുതിയ സ്റ്റൈൽ തയ്യാറാക്കേണ്ടതെന്നാണ്. ഇപ്പൊ സ്റ്റൈൽ ഇപ്പോഴും തയ്യാറാക്കിയിട്ടില്ല, സ്റ്റൈലിന്റെ വിൻഡോ തുറന്നിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മൾ തൊട്ട് മുകളിലേക്ക് നീക്കി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഹെഡിങ് 1 എന്ന് കാണാം. അതിലെന്ത് ചെയ്യണം? അതിലാണ് നമ്മൾ അപ്ഡേറ്റ് നടത്തേണ്ടത്. അതായത് ഹെഡിങ് 1ലാണ് പുതിയ സ്റ്റൈൽ തയ്യാറാക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അതിൽ കഴിഞ്ഞിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഹെഡിങ് 1 ചൂസ് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ന്യൂ എന്ന് കാണാം, മോഡിഫൈ എന്ന് കാണാം, ഹൈഡ് എന്ന് കാണാം. നമ്മൾക്ക് ന്യൂ ആണ്, പുതിയതാണ് ഉണ്ടാക്കേണ്ടത്. അത് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ തുറന്നു വന്നു. ഇനി നമ്മൾ പറയുന്ന പെക്യുലാരിറ്റീസ് ഒക്കെ കൊടുക്കണം. എങ്ങനെ കൊടുക്കുക? നോക്ക്. ഫസ്റ്റ് ഫോണ്ട് ഫാമിലി ബാബൽ യൂണിക്കോഡ് എന്ന് കൊടുക്കണം. അതിൽ ഫോണ്ട് ഫാമിലിയിലേക്ക് പോകണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫോണ്ട് എഫക്റ്റിൽ കയറുക. അതാ അവിടെ ഫോണ്ട് എഫക്റ്റ് എന്ന് കണ്ടോ, അത് തുറന്നു. സോറി ഫോണ്ട് എഫക്റ്റിൽ, ഫോണ്ടിൽ കയറുക. ഫോണ്ടിൽ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ലിബറേഷൻ സാൻസ് എന്നാണ് ഇപ്പോൾ അവിടെ പേരുള്ളത്. നമ്മളോട് പറഞ്ഞത് ബാബൽ യൂണിക്കോഡ് എന്നാ. ചില ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ
ഇങ്ങനെ ചെക്ക് ചെയ്ത് ഇങ്ങനെ നോക്കും. അങ്ങനെ നോക്കണ്ട, നിങ്ങൾ അവിടെ കൊണ്ടുവന്ന സ്പെല്ലിങ് ജസ്റ്റ് ഒന്ന് അടിച്ചു തുടങ്ങിയാൽ മതി, അപ്പൊ തന്നെ അവിടെ വരും ബാബൽ. കണ്ട വന്നു, കണ്ട ബാബൽ യൂണിക്കോഡ്. അപ്പൊ അവിടെ പോയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യാൻ നിൽക്കണ്ട, ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെർച്ച് ചെയ്താൽ അതിന് നേരം കിട്ടുള്ളൂ, പിന്നെ കുറേ നേരം അതിന് പോകും. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട്, 2 സ്പെല്ലിംഗ് അടിച്ചപ്പോൾ സാധനം വന്നു, ബാബൽ യൂണിക്കോഡ് നമ്മൾ ചൂസ് ചെയ്തു കേട്ടോ. ഇനി അടുത്തത് എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? സ്റ്റൈൽ ബോൾഡ് ആക്കാനാണ് പറഞ്ഞത്. സ്റ്റൈൽ ബോൾഡ് ആക്കാൻ. സ്റ്റൈൽ ഇപ്പൊ ഇവിടെ സ്റ്റൈൽ ബോൾഡ് ആക്കി. ഓക്കെ, ബോൾഡ് ആക്കി. ദെൻ നെക്സ്റ്റ് നമ്മളോട് എന്താ പറഞ്ഞത്? സൈസ് 130%. സൈസ് എവിടെ? ഓൾറെഡി ഇവിടെ 130% ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടണ്ട. യെസ്. അടുത്ത എന്താ പറഞ്ഞത്? ഫോണ്ട് കളർ ഗോൾഡ് ആണ്. ഫോണ്ട് കളർ ഇവിടെ തപ്പിയാൽ നമുക്ക് കിട്ടൂല. ആദ്യം തന്നെ പറഞ്ഞുതരാം, ഫോണ്ട് കളർ ഫോണ്ടിലല്ല ഉണ്ടാവുക, ഫോണ്ട് എഫക്ട്സിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഫോണ്ട് എഫക്ട്സിൽ പോണേ. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാം? ഫോണ്ട് കളർ കണ്ടോ, ഓട്ടോമാറ്റിക് അവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഏത് കളറാണ്? ഗോൾഡാ കൊടുക്കുക. അപ്പൊ ഗോൾഡ് നിറത്തിന്റെ മുകളിൽ കൊടുത്തിങ്ങനെ വെച്ചാൽ ബ്ലാക്ക്, ചിലപ്പോൾ ചില ആൾക്കാർ കളർ ചിലപ്പോൾ കത്തിക്കൊള്ളുന്നില്ല, കറക്റ്റ് കളർ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ചിലപ്പോൾ ഡാർക്ക് ഗ്രേ 4. അപ്പൊ ഇങ്ങനെ കൊടുത്തെന്നാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ എത്തിയാൽ ഗോൾഡ് എന്ന് കിട്ടും. ഗോൾഡ്. യെസ്, ഗോൾഡ് ഞാൻ എന്ത് ചെയ്തു? ചൂസ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പൊ അതും കൊടുത്തേ. ഇനി അണ്ടർലൈനിങ് സിംഗിൾ ആക്കണം. അണ്ടർലൈനിങ് സിംഗിൾ ആക്കാൻ എവിടെയാണ്? ഇവിടെ അണ്ടർലൈനിങ് കണ്ടോ? ടെക്സ്റ്റ് ഡയറക്ഷൻ ഡിക്കോറേഷൻ കണ്ടോ? അതിൽ അണ്ടർലൈനിങ് എന്താ? സിംഗിൾ ആക്കുക. ഓക്കെ, സിംഗിൾ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായി? ഇപ്പൊ എല്ലാ പെക്യുലാരിറ്റീസും നമ്മൾ കൊടുത്തു. പക്ഷെ ഇതിനൊരു പേര് കൊടുക്കാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളിൽ. കണ്ടങ്ങള് ചുവടെ നൽകിയ പ്രത്യേകതകൾ ഉൾപ്പെടുത്തി ISRO എന്ന പേരിൽ ഒരു ഹെഡിങ് സ്റ്റൈൽ തയ്യാറാക്കുക. ISRO എന്ന് പറഞ്ഞ പേരിലാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. അപ്പൊ ISRO എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഓർഗനൈസർ കണ്ടോ? ഓർഗനൈസറിൽ പോയിട്ട് നെയിം ഇവിടെ അൺടൈറ്റിൽഡ് 1 എന്നാ കൊടുത്തത്. അത് മാറ്റിയിട്ട് ഇവിടെ ISRO എന്ന് നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? എന്നിട്ട് ഇവിടെ ഓക്കെ അടിക്കുക. യെസ്. ഇപ്പോൾ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടിയിട്ടുണ്ടാവും? താഴോട്ട് നീക്കി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇവിടെ ഈ ഹെഡിങ് 1 വന്നിട്ട് ഹെഡിങ് 1ന്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഹെഡിങ് 1 തുറന്നിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഇവിടെ ഇത് കിട്ടിയില്ലോ, ISRO എന്ന് പറയുന്ന സ്റ്റൈല് കിട്ടി, നമ്മൾ ഉണ്ടാക്കിയ സ്റ്റൈല്. ഇനി ഇതില് സബ് ഹെഡിങ്സ് ഒക്കെ എന്താക്കണം? ഇതാക്കണത് ഈ ചന്ദ്രയാൻ 1 അവിടെ കൊടുത്തിട്ടുണ്ടാവും സബ് ഹെഡിങ്സ്. ഈ സ്റ്റൈൽ ലേഖനത്തിൽ എല്ലാ ഉപശീർഷകങ്ങൾക്കും, ഉപശീർഷകം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയം ശ്രദ്ധിക്കണേ, സബ് ഹെഡിങ്സ് നൽകുക അല്ലെ. ഉപശീർഷകങ്ങൾക്ക് പച്ച നിറം നൽകിയിരിക്കുന്നു. ഇവിടെ ഓൾറെഡി എന്താ സബ് ഹെഡിങ്സിന് പച്ച നിറം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് മാറ്റേണ്ടത്. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക? അത് ഇങ്ങനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇതിമ ഡബിൾ ക്ലിക്ക് അടിക്കുക. അവിടെ പോയിട്ടില്ല, തപ്പേടിക്കണ്ട, പോകുന്നില്ല. നിങ്ങൾ നേരെ ഹെഡിങ്ങിലേക്ക് വരിക, ഹെഡിങ് 1ലേക്ക് വരിക, എന്നിട്ട് ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. കണ്ടോ? ആ മോഡിലേക്ക് വന്നു. ഇനി നമ്മൾ എപ്പോഴും പോയി ഇങ്ങനെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക? ഇവിടെ ഇതിങ്ങനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ ടൂള് കണ്ടോ, ക്ലോൺ ഫോർമാറ്റിംഗ് ടൂൾ കണ്ടോ? അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, താഴോട്ട് വരിക, എന്നിട്ട് നേരെ അത് വെച്ചിട്ട് അടുത്തത് വന്നേ. ഇനി ജസ്റ്റ് ഒന്നും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, നേരെ വരിക. സോറി ഇത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ക്ലോൺ ഫോർമാറ്റിംഗ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വന്നിട്ട് നേരെ കൊടുക്കുക. ഈ സെലക്ഷൻ പോവരുത് കേട്ടോ, സെലക്ഷൻ പോയാൽ കിട്ടൂലേ. ഓക്കെ, പിന്നെയും ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. യെസ്, അടിയൊക്കെ താഴോട്ട് വരിക. അടുത്ത സബ് ഹെഡിങ്സിൽ ആദിത്യ ഓക്കെ. പിന്നെ അഗൈൻ ഈ സെലക്ഷൻ പോവാതെ തന്നെ ഒന്നും കൂടി ഇവിടെ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് പിന്നോട്ട് വരിക. ഓക്കെ, കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി. നോക്കിയാൽ നിങ്ങൾ. എന്നിട്ട് മാറ്റം വരുത്തിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ എന്ന ഫയൽ നാമം നൽകി ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. വെരി സിമ്പിൾ അല്ലെ? എന്ത് പെട്ടെന്നാ തീർന്നത് ഇത്. നിങ്ങൾ ഇങ്ക്സ്കേപ്പ് ഇത് വന്നാൽ ഏതെടുക്കുക? മണ്ടത്തരം കാണിക്കരുത്. ഇംഗ്ലീഷ് തൊട്ടോ വരുന്നിട്ടോ. ഏത് ചോദ്യം എടുക്കാൻ പാടുള്ളൂ? ലിബർ ഓഫീസ് റൈറ്റർ എടുക്കാൻ പാടുള്ളൂ. കാരണം ഇത് പെട്ടെന്ന് തീരുടാ. യെസ്. അപ്പോൾ ഇതുപോലൊരു മോഡാണ് നിങ്ങൾക്ക് വരാനുള്ളത്. അപ്പൊ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഇവിടുത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പൊ നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. ഓക്കെ, ഫുള്ള് സെറ്റായി. കണ്ടങ്ങൾ എല്ലാ സബ് ഹെഡിങ്സിനും നമ്മൾ കൊടുത്ത എല്ലാ പെക്യുലാരിറ്റീസും ഉണ്ട്. കളർ മാറി, അതേപോലെ എന്ത് മാറി? ഫോണ്ട് മാറി, അണ്ടർലൈനിങ് വന്നു അല്ലേ? യെസ്. ഇനി നമ്മൾ ഫയലിൽ പോയിട്ട് സേവാസ് എടുക്കുക. സേവാസ് എടുത്തിട്ട് എവിടെ സേവ് ചെയ്യേണ്ടത്? യെസ്, exam10 നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. ഞാൻ രജിസ്റ്റർ കൊടുക്കാം, ഒരു 4 5 6 7 എന്ന് കൊടുത്തു. യെസ്. എന്നിട്ട് ഷിഫ്റ്റ് മൈനസ് ക്ലിക്ക് ചെയ്ത് _ വരും. ഒന്നാമത്തെ ചോദ്യം ചെയ്തു. ഓക്കെ, സേവ് അടിക്കുക. ഓക്കെ അല്ലേ? ക്ലോസ് ചെയ്യുക. അപ്പോ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഓക്കെ അല്ലേ മക്കളെ? ഇനി ഇതുപോലത്തെ മറ്റൊരു ചോദ്യം ചെയ്താലോ? ലിബർ ഓഫീസ് റൈറ്ററിൽ വരുന്ന മറ്റൊരു ചോദ്യം. റെഡി അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ശ്രദ്ധിച്ചോ, ചോദ്യം നമുക്കൊന്ന് വായിക്കാം. ശ്രദ്ധിച്ചോ. കുട്ടികൾ തയ്യാറാക്കിയ ഒരു മാഗസിൻ
ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ magazine.ott എന്ന ഫയലിൽ നൽകിയിരിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ഈ ഫയൽ ലിബർ ഓഫീസ് റൈറ്ററിൽ തുറന്ന് എല്ലാ പേജിലെയും ശീർഷകങ്ങൾക്ക് ഹെഡിങ് 1 എന്ന സ്റ്റൈൽ നൽകുക. എല്ലാ ശീർഷകങ്ങൾക്കും എന്ത് ചെയ്യുക? ഹെഡിങ് 1 എന്ന് പറയുന്ന ആ ഒരു പെക്യുലാരിറ്റീസ് നൽകുക. ശീർഷകങ്ങൾ ചുവന്ന നിറത്തിൽ നൽകിയിരിക്കുന്നു. ഇപ്പൊ ശീർഷകങ്ങൾ ഏത് നിറത്തിലുള്ളത്? ചുവന്ന നിറത്തിലുള്ളത്. നമുക്ക് പോയി നോക്കാം. പിന്നെ തുടർന്ന് ഹെഡിങ് 1 എന്ന സ്റ്റൈലിൽ ചുവടെ നൽകിയ മാറ്റങ്ങൾ വരുത്തുക എന്ന് പറഞ്ഞത്. എന്തൊക്കെ? ഫോണ്ട് ഫാമിലി ബാബൽ യൂണിക്കോഡ് ആക്കണം, ഫോണ്ട് സൈസ് 120% ആക്കണം, ഫോണ്ട് കളർ ഗ്രീൻ ആക്കണം. മാറ്റം വരുത്തിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യം നമ്പർ ഫയൽ നാമമായി ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. നേരത്തെ അത്രയും പണിയില്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. എടാ, ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ വെറുതെ തമാശ കളിച്ചാണ്ട് പോയിക്കാണ്ട് വല്ല ഇംഗ്ലീഷ് മറ്റുള്ള ഓപ്ഷൻ ആയിട്ടാ വരിക. അത് നിങ്ങൾക്ക് അറിയല്ലോ ഏത് ഓപ്ഷനാ നമ്മളപ്പം കൂടെ വരുന്നത്. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള എടുത്താണ് എന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താ പറഞ്ഞത്? എക്സാം ഡോക്യുമെന്റ്സിൽ നിന്ന് magazine.ott എന്ന് പറയുന്ന ഫയൽ എടുക്കുക. അപ്പോൾ ഹോമിൽ പോവുക. ഇവിടുത്തെ ഹോമിൻ്റെ പേര് എജുബോർഡ് എന്നാട്ടോ. ഹോമിൽ പോവുക, എന്നിട്ട് എക്സാം ഡോക്യുമെന്റ്സ് തുറക്കുക. അതിൽ പോയിട്ട് ഏത് ഫയൽ എടുക്കുക? ഏത് ഫയൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്? magazine.ott എന്ന് പറയുന്ന ഫയൽ എടുക്കുക. magazine.ott എവിടെ? യെസ്, തുറന്നു. നമ്മൾ magazine.ott നമ്മൾ എന്ത് ചെയ്തു? തുറന്നു. റെഡി അല്ലടാ? റെഡി. യെസ്. ഒന്ന് ഞാൻ സൂം ചെയ്യുന്നുണ്ട്, ഒന്ന് സെറ്റ് ആക്കുന്നുണ്ട്. യെസ്. എന്നിട്ട് ഇവിടെ ഹെഡിങ് കണ്ടോ അല്ലെ? എന്താ? ഐലൻഡ് ഓഫ് ഡയമണ്ട്സ്. പിന്നെ അടുത്ത അടിക്ക് പോയി കഴിഞ്ഞാൽ ഏതാ ഉള്ളത്? ഷ്യാമിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹൗ ലിറ്റിൽ ലൈം ഗോട്ട് ഫെയറി ഹൗസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഹെഡിങ് അല്ലേ? അപ്പൊ നമ്മളോട് പറഞ്ഞ എന്താണ് നോക്കാം നമുക്ക്. ചോദ്യത്തില് എന്താ? ഈ ഫയൽ ലിബർ ഓഫീസ് റൈറ്ററിൽ തുറന്ന്, അത് അപ്പോഴേ തുറന്നടാ. യെസ്, എല്ലാ പേജിലെയും ശീർഷകങ്ങൾക്ക് ഹെഡിങ് 1 എന്ന സ്റ്റൈൽ നൽകുക. അപ്പൊ നമ്മൾ ആദ്യം ആ പരിപാടി ചെയ്താലോ? എല്ലാ ശീർഷകങ്ങൾക്കും ഹെഡിങ് 1 കൊടുക്കുക. അപ്പൊ ഇതങ്ങോട്ട് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ പോവുക, എന്നിട്ട് ഹെഡിങ് 1 ഞാൻ കൊടുത്തു. കണ്ടാ കൊടുത്തു. ഇനി അടിക്ക് വരിക. യെസ്. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യുക? ഇതിങ്ങനെ ചൂസ് ചെയ്തിട്ട് ക്ലോൺ ടൂൾ എടുക്കുക. ക്ലോൺ ടൂൾ എടുത്തിട്ട് നേരെ താഴോട്ട് വന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് അയ്യോ മാറിയിട്ടില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നേരിട്ട് തന്നെ കൊടുക്കാം. യെസ്. ഓക്കെ, അടിക്ക് പോരുക. പിന്നെ അടിക്ക് പോരുക. ഇവിടെ വന്നിട്ട് യെസ്, ഹെഡിങ് 1 തന്നെ എടുക്കുക. ദെൻ താഴോട്ട് പോരുക. 3 ഗോൾഡൻ റൂൾസ്. അതിനെന്ത് ചെയ്യുക? ഒരു ഹെഡിങ് 1 ചൂസ് ചെയ്യുക. പിന്നെ താഴോട്ട് വരിക. യെസ്. ലോൺലൈനസ് അല്ലേ? ഓക്കെ. യെസ്. അതിനെന്ത് ചെയ്യുക? നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം അല്ലേ? ആദ്യം സെലക്ട് ചെയ്യാൻ മറക്കരുത്. അയ്യോ, ഹെഡിങ് 3 ഗോൾഡൻ റൂൾ ഇതാണോ ഹെഡിങ്? യെസ്, ഇത് ഹെഡിങ് ആവും അല്ലേ? യെസ്. ഓക്കെ, ഹെഡിങ് 1 കൊടുത്തു. യെസ്, കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ. അപ്പൊ നമ്മൾ എല്ലാ ഹെഡിങ്ങിനും ഹെഡിങ് 1 ചൂസ് ചെയ്ത് എല്ലാത്തിനും ഓക്കെ. ദെൻ നമ്മളോട് അടുത്ത എന്താ ഇതിൽ പറഞ്ഞിട്ടുള്ളത്? അടുത്തത് എന്താ? തുടർന്ന് ഹെഡിങ് 1 എന്ന സ്റ്റൈലിൽ ചുവടെ നൽകിയ മാറ്റങ്ങൾ വരുത്തുക അല്ലേ? അപ്പൊ ഇതിലൊന്നും ചെയ്യേണ്ട. ഇവിടെ പോവുക, ഇവിടെ പോവുക, മോർ സ്റ്റൈൽ എടുക്കുക. എന്നിട്ട് ഇവിടെ മുകളിലോട്ട് നീക്കി കഴിഞ്ഞാൽ, താഴോട്ട് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ഹെഡിങ് 1 എന്ന സ്റ്റൈൽ കിട്ടും. ഓക്കെ, ഹെഡിങ്ങിലാണ് ഹെഡിങ് 1 എന്ന സ്റ്റൈൽ ഉണ്ടാകുക. ക്ലിക്ക് ചെയ്യാം ഹെഡിങ് 1. അതിൽ പോയിട്ട് ജസ്റ്റ് മോഡിഫൈ ക്ലിക്ക് ചെയ്യാം. മോഡിഫൈ കണ്ടോ? ഇത് മാറ്റം വരുത്താനാ പറഞ്ഞത്, പുതിയത് ഉണ്ടാക്കാനല്ല പറഞ്ഞത്, മാറ്റം വരുത്താനാണ്. മോഡിഫൈ അടിക്കുക. യെസ്, മോഡിഫൈ അടിച്ചു. വിൻഡോ തുറന്നു വന്നു. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞ എന്താ? ഫോണ്ട് ഫാമിലി ബാബൽ യൂണിക്കോഡ് ആക്കുക. അപ്പൊ നമുക്കൊരു സംശയമില്ല. ഫോണ്ട് ഫാമിലി ഫോണ്ടിൽ പോവുക. ഇവിടെ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി ബാബൽ യൂണിക്കോഡ്. ഓക്കെ, ചേഞ്ച് ആക്കി. ഇനി അടുത്ത നമ്മളോട് പറഞ്ഞത് എന്താ? ഫോണ്ട് സൈസ് 120% ആക്കുക. ഫോണ്ട് സൈസ് 120 ആക്കി കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത എന്താ പറഞ്ഞത്? ഫോണ്ട് കളർ ഗ്രീൻ ആക്കാനാ പറഞ്ഞത്. ഫോണ്ട് കളർ എവിടെ ഉണ്ടാകുക? ഫോണ്ടിലാണോ? അല്ല, എവിടെ പോകണം? ഫോണ്ട് എഫക്റ്റിൽ പോകണം. ഫോണ്ട് എഫക്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് കളറ്? ടീലാണ് കേട്ടോ. ഗ്രീന് കറക്റ്റ് ഗ്രീൻ ഇവിടെ കിട്ടണമെങ്കിൽ ഗ്രീന് ക്ലിക്ക് ചെയ്താൽ കിട്ടും. ഇവിടെ ആദ്യം ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് ഗ്രീൻ ആണ്. ഇതേതാ ഗ്രീന്? ദൈവമേ, ഗ്രീന് കാണുന്നില്ലല്ലോ. യെസ്. ഗ്രീൻ കിട്ടി. ഓക്കെ, ഗ്രീൻ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ അപ്ലൈ കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അപ്പൊ നോക്കിയടാ, ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്തു? എല്ലാ ഹെഡിങ്ങും നമ്മൾ കൊടുത്ത പെക്യുലാരിറ്റീസ് വന്നത് കണ്ടോ? നമ്മൾ ഹെഡിങ് 1-നല്ലേ ചേഞ്ച് കൊടുത്തത്. അപ്പൊ ഹെഡിങ് 1-ന് കൊടുത്ത എല്ലാ സ്വഭാവ സവിശേഷതകളും എന്ത് ചെയ്തു? ഹെഡിങ്ങിന് വന്നല്ലോ. ഈ ഒരു മാഗസിന്റെ എല്ലാ ഹെഡിങ്ങിനും അത് വന്നല്ലോ. യെസ്, കാരണം എന്താ? നമ്മൾ ഹെഡിങ് 1 ഓൾറെഡി ഇതിനാക്കിയിട്ടുണ്ടല്ലേ. അപ്പൊ ആ ഹെഡിങ് 1-ന് എന്ത് മാറ്റം വരുത്തി കഴിഞ്ഞാലും അത് ഇവിടെ എന്ത് ചെയ്യും? അപ്ലൈ ആവും ഓട്ടോമാറ്റിക്കലി. യെസ്, കഴിഞ്ഞു. ചോദ്യം കഴിഞ്ഞടാ. വെരി സിമ്പിൾ, വെരി ഹംബിൾ സിമ്പിൾ.
അല്ലേ? ഓക്കെ ഓക്കെ, ഇനി നമ്മൾ തിരിച്ചങ്ങോട്ട് പോകും. മാറ്റം വരുത്തിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ ഫയൽ നാമമായി ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. നേരെ പോവുക, ഇത് ക്ലോസ് ചെയ്യുക, ചോദ്യം ക്ലോസ് ചെയ്യുക, എന്നിട്ട് ഫയൽ എടുക്കുക, ഫയലിൽ പോയി സേവ് ആസ് അടിക്കുക. പിന്നെന്താണ് എജുബോർഡിൽ നിറ നിങ്ങൾ ഹോം വികാരം ഓക്കെ exam10 ചൂസ് ചെയ്യുക. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക, അല്ലെ നമ്പർ കൊടുക്കുക. ഞാനിവിടെ 4 5 6 7 കൊടുത്തിട്ട് രണ്ടാമത്തെ ചോദ്യം അല്ലേ ലിബർ ഓഫീസറിൽ, അപ്പൊ 2 കൊടുത്തു. ഓക്കെ, സേവ് കൊടുത്തു. That's all. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം കൂടി കഴിഞ്ഞാൽ ലിബർ ഓഫീസറിലെ എല്ലാ മോഡൽ ചോദ്യങ്ങളും ഞാൻ ചെയ്തതായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, പ്രഖ്യാപിക്കുന്നു. ചെയ്തിട്ട് ചേട്ടാ ചെയ്യാൻ പോവാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താങ്ക് യു കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ മക്കളെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഏതാണ് ചോദ്യം? ലിബർ ഓഫീസ് ആയിട്ടുള്ള മൂന്നാമത്തെ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്. റെഡി അല്ലേ? യെസ്. ഓക്കെ, ചോദ്യത്തിലേക്ക് കടക്കാം. ഭാരതീയരായ ഗണിത ശാസ്ത്രജ്ഞന്മാരുടെ ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡറിലുള്ള mathematicians.ott എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ലേഖനത്തിന് ഒരു ഉള്ളടക്ക പട്ടിക തയ്യാറാക്കുക. ഉള്ളടക്ക പട്ടിക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയം ശ്രദ്ധിച്ചോ, ഇൻഡെക്സ് ടേബിൾ ഉണ്ടാക്കണം. എന്താണ് ഇൻഡെക്സ് ടേബിൾ? മറക്കരുത്, ഒരു കുട്ടിയും ഇൻഡെക്സ് ടേബിൾ ഉണ്ടാക്കാതെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്ത് അറിയാതെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യരുത്, പോകരുത്. കാരണം ലിബർ ഓഫീസ് ആയിട്ടുള്ള ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ വെറും 2 മിനിറ്റ് തികച്ചു വേണ്ടത് ചെയ്യാൻ. മനസ്സിലായോ? അങ്ങനത്തെ ഒരു ചോദ്യമാണ് ചെയ്യാൻ പോണത്. ശ്രദ്ധിച്ചോ, ലിസൺ. അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ലിബർ ഓഫീസ് റൈറ്ററിലെ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ആൻഡ് ഇൻഡെക്സ് എന്ന സങ്കേതം ഉപയോഗിച്ച് ലേഖനത്തിന്റെ ആദ്യ പേജിലാണ് ഉള്ളടക്ക പട്ടിക അല്ലെങ്കിൽ ഇൻഡെക്സ് ടേബിൾ കൊടുക്കേണ്ടത്. അതായത് ആ ഡോക്യുമെന്റ്സിന്റെ കണ്ടന്റിന്റെ ആദ്യത്തെ പേജിലാണ് കൊടുക്കേണ്ടത്. സൂചനയായിട്ട് കൊടുത്തിട്ടുണ്ട്, ഉപശീർഷകങ്ങൾക്ക് ഹെഡിങ് 1 എന്ന സ്റ്റൈൽ നൽകുക. അതായത് സബ് ഹെഡിങ്സിനൊക്കെ ഹെഡിങ് 1 എന്ന് പറയുന്ന പ്രത്യേകത നൽകുക. പിന്നെ ഉപശീർഷകങ്ങൾ ചുവപ്പ് നിറത്തിൽ നൽകിയിരിക്കുന്നു. അതായത് സബ് ഹെഡിങ്സ് ഒക്കെ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അവസാനം സേവ് ചെയ്യാനാ പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം ഈ ഫയൽ എടുത്തോണ്ട്, ഏതാ ഫയല്? mathematician.ott. അത് എവിടെയുള്ളത്? ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലാണുള്ളത്. അപ്പൊ നേരെ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ പോവുക. നോക്കടാ, ഇവിടുത്തെ ഹോം എജുബോട്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എക്സാം ഡോക്യുമെന്റ്സിൽ പോയിട്ട് മാത്തമാറ്റീഷ്യൻസ് എന്ന ഫയൽ, മാത്തമാറ്റീഷ്യൻസ് തുറന്നു. ഓക്കെ, തുറന്നേ. യെസ്, കുറച്ച് വലുതാക്കുന്നുണ്ട്. യെസ്. ഇനി നമ്മളോട് പറഞ്ഞത് എന്താ പറഞ്ഞത്? യെസ്, ലിബർ ഓഫീസ് റൈറ്ററിലെ ടേബിൾ ഓഫ് കണ്ടന്റ് ആൻഡ് ഇൻഡെക്സ് എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? ഇത് ചെയ്യണം. ടേബിൾ ഓഫ് കണ്ടന്റ്സ് ആൻഡ് ഇൻഡെക്സസ് അല്ലെ, ഇൻഡെക്സ് എന്ന സങ്കേതം ഉപയോഗിച്ച് ഇത് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ട ഒരു സൂചക ഉണ്ട്. ആ സൂചക ആദ്യം അപ്ലൈ ചെയ്യണം. ഉപശീർഷകങ്ങൾക്ക് ഹെഡിങ് 1 എന്ന സ്റ്റൈൽ നൽകുക. ഉപശീർഷകങ്ങൾ ചുവപ്പ് നിറത്തിൽ നൽകിയിരിക്കുന്നു. അതായത് സബ് ഹെഡിങ്സിനൊക്കെ ഹെഡിങ് 1 എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റാണ് സ്റ്റൈൽ. അത് നിങ്ങൾക്ക് നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ മനസ്സിലായല്ലോ, സിമ്പിൾ ആയിട്ട് മാറ്റാൻ മാത്രമേ ഉള്ളൂ. അതിന്റെ കളർ ഏതാണ്? ചുവപ്പ് നിറത്തിൽ കൊടുത്തത്. അപ്പൊ അതാ ചുവപ്പ് നിറത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആര്യഭട്ട, പിന്നെന്താ ബ്രഹ്മഗുപ്ത അല്ലെ, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഹെഡിങ് 1 ചെയ്യണം. അപ്പൊ ഇത് സെലക്ട് ചെയ്യുക, നേരെ പോയിട്ട് ഹെഡിങ് 1 ആക്കുക. അപ്പൊ ഹെഡിങ് 1 ആയി. ഇനി ബ്രഹ്മഗുപ്തക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഹെഡിങ് 1 ആക്കുക. പിന്നെ അടിയിൽ പിന്നെ ഏതാ ഭാസ്കർ ഉണ്ട്, ഭാസ്കർക്ക് പോയിട്ട് എന്താക്കുക? ഹെഡിങ് 1 ആക്കുക. യെസ്. പിന്നെ താഴോട്ട് വന്നിട്ട് എന്താ ശ്രീനിവാസ രാമാനുജനുണ്ട്, മാത്തമാറ്റീഷ്യൻസ് ആണല്ലോ. യെസ്. ഓക്കെ, അടിയിൽ പോവുക. പിന്നെ എവിടെ താഴോട്ട് പോട്ടെ, RC മഹാലനോബിസ്. ഓക്കെ, PC ആട്ടോ, RC അല്ല. ഓക്കെ, അതിന് ഹെഡിങ് 1 കൊടുക്കുക. പിന്നെ താഴോട്ട് വന്നിട്ട് CR റാവു. ഓക്കെ, ഹെഡിങ് 1 കൊടുത്തു. കുറേ ഉണ്ടല്ലോ. സത്യേന്ദ്രനാഥ് ബോസ്. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവർക്കും നമ്മൾ പറഞ്ഞ പോലെ എന്ത് കൊടുത്തു? ഹെഡിങ് 1 എന്ന് പറയുന്ന പെക്യുലാരിറ്റി നമ്മൾ കൊടുത്തു, സ്റ്റൈല് കൊടുത്തു അല്ലെ, എല്ലാ സബ് ഹെഡിങ്സും. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? ഫസ്റ്റ് പേജിൽ എന്ത് വരണം? ഇൻഡെക്സ് ടേബിൾ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ഫേമസ് എന്ന് പറയുന്ന ഫേമസ് ഇന്ത്യൻ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ഫ്രണ്ടിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? കേസർ വെക്കുക. എന്നിട്ട് ഒരു എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഒന്ന് താഴോട്ട് പോകും. എന്നിട്ട് അതിന് തൊട്ട് മുകളിൽ ഇവിടെ കൊടുന്ന് വെക്കുക, ഏറ്റവും മുകളിൽ. യെസ്, ഇവിടെയാണ് ഇപ്പൊ കേസർ കിടക്കണം. കേസർ ഇവിടെ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. കേസർ ഏറ്റവും മുകളിലാണെന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ മുകളിൽ എന്ത് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഇവിടെയാണ് നമുക്ക് എന്ത് വരേണ്ടത്? ഇൻഡെക്സ് ടേബിൾ വരേണ്ടത്. എടാ, നമ്മളൊരു പുസ്തകം തുറക്കുന്ന സമയത്ത് പുസ്തകത്തിന്റെ ഫ്രണ്ടിൽ ഉണ്ടാവുമല്ലോ ഇന്ന പേജ് നമ്പറിൽ
ഇന്ന ചാപ്റ്റർ ഉണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഓരോ ചാപ്റ്റർ 1 2 3 4 ചാപ്റ്ററുകൾ ഇന്ന പേജിലാണ് പറഞ്ഞിട്ടില്ല. അതാണ് ഇൻഡെക്സ് ടേബിൾ. അത് അറിയാത്തോലെ പിന്നെ ഇതിന് നിന്നിട്ട് കാര്യമില്ല. അതാണ്. അപ്പൊ അതുപോലെ ഇത് വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്തിട്ട് ഇവിടെ കൊടുന്ന് വെച്ചു. കേസർ ഇവിടെ കൊടുന്ന് വെച്ച് ഈ ബ്ലിങ്ക് ചെയ്യുന്നതാണ് കേസർ. ഓക്കെ. ഇനി ഇതിൽ ഇൻസേർട്ട് പോവാ. ഇൻസേർട്ടിൽ പോയിട്ട് നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ടേബിൾ ഓഫ് കണ്ടന്റ് ആൻഡ് ഇൻഡെക്സ് എന്ന് കാണാം. എന്താണ്? ടേബിൾ ഓഫ് കണ്ടന്റ്സ് ആൻഡ് ഇൻഡെക്സ്. അതിൽ പോയിട്ട് എന്ത് ചെയ്യുക? നേരെ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഇൻഡെക്സ് ഓർ ബിബ്ലിയോഗ്രാഫി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. നേരെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ ടേബിൾ ഓഫ് കണ്ടന്റ്സ് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ചു. യെസ്, കണ്ടോ നിങ്ങൾ? കണ്ടോ? ഇതാ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഇവിടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് അല്ലേ? കണ്ടോ നിങ്ങള്? ഒന്നാമത്തെ പേജിൽ ആരൊക്കെയുണ്ട്? ആര്യഭട്ടയും ബ്രഹ്മഗുപ്തിയും ഉണ്ട്. രണ്ടാമത്തെ പേജിൽ ആരൊക്കെയുണ്ട്? ഭാസ്കരയും ശ്രീനിവാസ രാമാനുജനും ഉണ്ട്. മൂന്നാമത്തെ പേജിൽ ആരൊക്കെയുണ്ട്? PC മഹലോനോബിസ് അല്ലെ, പിന്നെ CR റാവു ഉണ്ട്. പിന്നെ 4 സത്യേന്ദ്രനാഥ ബോസ് അല്ലെ, മഹാലാനോബിസ് ഞാൻ കേട്ടിട്ട് കേട്ടോ, ലാനോബിസ്. ഓക്കെ, ഏതാവട്ടെ. അപ്പോൾ ടേബിൾ ഓഫ് കണ്ടന്റ് ഇവിടെ റെഡി ആയിട്ട് വന്നേ. ടേബിൾ ഓഫ് കണ്ടന്റ് സെറ്റ് അല്ലേ? ഇത് കഴിഞ്ഞടാ, ഈ പ്രാക്ടിക്കൽ കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തത്? ഇവിടെയുള്ള എല്ലാ ഉപശീർഷകങ്ങൾക്കും സബ് ഹെഡിങ്സിനും ഹെഡിങ് 1 എന്ന് പറയുന്ന സ്റ്റൈല് ചൂസ് ചെയ്തു. പിന്നെ അതിന്റെ മുകളിൽ ഈ ഫേമസ് ഏതാണ് ഹെഡിങ്ങിന്റെ ഏറ്റവും മുകളിൽ കൊടുത്തിട്ട് കേസർ കൊടുത്തു വെച്ചു. അങ്ങനെ നേരെ മുകളിൽ കൊടുന്ന് വെക്കണമെങ്കിൽ ആദ്യം ഒരു എൻ്റർ അടിക്കണം. ഇവിടെ ഫ്രണ്ടിൽ കൊടുത്തുകൊണ്ട് ഒരു എൻ്റർ അടിച്ചാൽ എന്ത് ചെയ്യുക? മുകളിൽ നമുക്ക് സ്പേസ് കിട്ടുള്ളൂ. ആ സ്പേസിൽ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? കേസർ വെച്ചു അല്ലേ? കേസർ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഇൻസേർട്ടിൽ പോയിട്ട് എന്താ എടുത്തത്? ടേബിൾ ഓഫ് കണ്ടന്റ് ആൻഡ് ഇൻഡെക്സസ് അത് ഓപ്പൺ ആക്കിയിട്ട് ജസ്റ്റ് ഓക്കെ അടിച്ചു. അത്ര ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇതോടെ നമ്മുടെ ഈ ഒരു പ്രാക്ടിക്കലും നമ്മൾ കഴിഞ്ഞു. ഇപ്പൊ ഞാനിവിടെ എന്ത് ചെയ്തു അറിയോ? നമ്മുടെ 3 മോഡൽ, അതായത് നമ്മുടെ ലിബർ ഓഫീസറിൽ വരാൻ ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ചോദ്യം ഇല്ല. ഇത് പഠിച്ചു പോയോ നിങ്ങൾക്ക് 100% ഉറപ്പാ. ലിബർ ഓഫീസ് റൈറ്ററിന് ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. യാതൊരു സംശയമില്ല. റിപ്പീറ്റ് ചെയ്തെടുത്ത് കണ്ടോളി മക്കളെ. മനസ്സിലായോ? ഇനി ഇത് സേവ് ചെയ്യണ്ടേ? നേരെ ഫയലിൽ പോവുക, സേവ് ആസ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എക്സാക്ട് ചൂസ് ചെയ്തു. എന്നിട്ട് അവിടെ പോയിട്ട് നമ്മൾ സാധാരണ കൊടുക്കുന്ന രജിസ്റ്റർ 4 5 6 7 അങ്ങനെ മൂന്നാമത്തെ ചോദ്യം നമ്മൾ ചെയ്തു. മൂന്നാമത്തെ ചോദ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ അല്ലേ? ക്ലോസ് ചെയ്തു. ഓക്കെ അല്ലേ? ഇതോടെ നമ്മുടെ ലിബർ ഓഫീസർ റൈറ്ററിലെ പ്രാക്ടിക്കൽ മൊത്തം നമ്മൾ എന്ത് ചെയ്തു? ചെയ്ത് കഴിഞ്ഞു. ഓക്കെ അല്ലേ? താങ്ക് യു.